മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക് ഭാഗികമായിരുന്നു. പകുതിയിൽ താഴെ ജീവനക്കാർ മാത്രമാണ് സർക്കാർ ഓഫീസുകളിൽ ഹാജരായത്. NGO സംഘം CPM അനുകൂല സർവീസ് സംഘടനകളും പണിമുടക്കിൽ നിന്ന് വിട്ടുനിന്നു. കൊല്ലത്ത് സമരപന്തൽ പോലീസ് പൊളിച്ചു. വട്ടിയൂർക്കാവിൽ സ്കൂളിന് അവധി നൽകിയതിൽ പ്രധാന അധ്യാപകൻ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ സർക്കാർ അനുകൂല സംഘടനയും സമരക്കാരും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. അരുൺ സോളമനുടെ വിശദാംശങ്ങളുമായി. അരുൺ, ഏതായാലും പണിമുടക്ക് ഭാഗികമായിരുന്നു, എന്താണ് വിവരങ്ങൾ? വിനീത, പ്രധാനമായും ഇന്ന് സർക്കാർ ജീവനക്കാരുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും പണിമുടക്ക് ഭാഗികം എന്ന് തന്നെ പറയാം. സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം 44% ജീവനക്കാരാണ് പണിമുടക്കിൽ പങ്കെടുത്തിരിക്കുന്നത്. അതായത് 2237 ജീവനക്കാർ ഇന്ന് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യാനായി എത്തിയില്ല. സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിലിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ഇന്നത്തെ പണിമുടക്കിൽ അവരും അണിചേർന്നിരിക്കുകയാണ്. ഇതിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പായ പൊതുഭരണ വകുപ്പിൽ 1504 ജീവനക്കാരാണ് ഈ പണിമുടക്കിൽ പങ്കുകൊണ്ടിരുന്നത്. ഇതിൽ KN ബാലഗോപാലിന്റെ ധനകാര്യ വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ B രാജീവിന്റെ വകുപ്പിൽ നിന്നും ധാരാളം പേർ പങ്കെടുത്തിരിക്കുന്നു. 426 ജീവനക്കാരാണ് ഈ നിയമവകുപ്പിൽ നിന്ന്, അതുപോലെ തന്നെ ഈ ധനകാര്യ വകുപ്പിൽ നിന്ന് 307 പേരും പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ പുറമെ സർക്കാരിന്റെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക സർക്കാർ ഓഫീസുകളിൽ, വില്ലേജ് ഓഫീസുകളിൽ, കളക്ടറേറ്റ്, ഇത്തരത്തിൽ വിവിധ സർക്കാർ ഓഫീസുകളിൽ പകുതിയിൽ താഴെ ജീവനക്കാർ മാത്രമാണ് ഇന്ന് ജോലിയെടുക്കാൻ എത്തിയത്. അത്തരത്തിൽ നോക്കുമ്പോൾ CPMന്റെ അനുകൂല സംഘടനയായിട്ടുള്ള ജോയിന്റ് കൌൺസിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അനുകൂല സംഘടനയായിട്ടുള്ള സെറ്റും അടക്കമുള്ള അവരുടെ നേതൃത്വത്തിലാണ് ഈ പണിമുടക്ക് നടന്നത്. പ്രധാനമായും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, അതുപോലെ തന്നെ ക്ഷാമബത്ത കുടിശ്ശിക, ഈ 12ാം ശമ്പള പരിഷ്കരണം, ഇത്തരത്തിൽ ഒട്ടനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഈ പണിമുടക്ക് ഏറെക്കുറെ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അവർ പങ്കുവെക്കുന്നത്. പക്ഷേ ഇതിലെടുത്ത് സൂചിപ്പിക്കേണ്ടുന്നത് ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു നടപടി തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ സംഭവിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് LPS സ്കൂളിന് പൂർണ്ണമായും അവധി കൊടുത്തുകൊണ്ട്, കുട്ടികൾ 200ഓളം വരുന്ന പഠിക്കുന്ന കുട്ടികളുണ്ട്, ആ സ്കൂളിന് പൂർണ്ണമായി അവധി കൊടുത്തുകൊണ്ട് അധ്യാപകരും ജീവനക്കാരും ഈ സമരത്തിൽ പങ്കെടുത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. സ്കൂളിന്റെ പ്രധാന അധ്യാപകനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഈ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവും പുറത്തുവിട്ടിരിക്കുകയാണ്. ശരി, ഏതായാലും ആ പ്രധാന അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.